വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അതായത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകാണ്. നമുക്കാണെങ്കിൽ നമ്മൾ പ്രിസൺ എസ്കേപ്പിൽ നമ്മൾ കുറേ കുഴിച്ച് നമുക്കൊരു ഷവപ്പെട്ട് കിട്ടി. അന്നേരം നമ്മൾ ഇന്നും കുഴിക്കാൻ തന്നെ പോവാണ്. അന്നേരം നമുക്ക് ഇന്ന് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്ററെങ്കിലും കുഴിക്കണം എന്നാണ്. അന്നേരം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കണ്ടുപോകാം. ഇച്ചിരി ടോയ്ലറ്റ് പേപ്പർ ചോദിക്കാം. അന്നേരം നമ്മളത് ഗെയിം കളിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് കൊടുക്കാം. അയ്യോ കാർഡ് തെറ്റിപ്പോയി. ഒന്നുമില്ല, ഡിസ്മിസ് ഗാർഡ്. അതായത് നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. കാരണം നമ്മൾ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വെപ്പണും എടുത്തിട്ടുണ്ട്, നമ്മുടെ തവ. ഇനി നമുക്ക് നേരെ കുഴിക്കാൻ തുടങ്ങാം. കാരണം ഇനിയും നമ്മൾ കുറേ പോകണം. നമ്മുടെ എം പി കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞായിരുന്നു നമുക്ക് 10 മീറ്റർ അടി പോകണം എന്നാണ്. 10 മീറ്റർ നമ്മളത് ഇവിടെ 4 മീറ്റർ പോലും കഷ്ടിച്ചാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുഴിക്കണം. കാരണം ഒന്നാമത് കിട്ടുന്ന 2 മിനിറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോസ് ആവും. നമുക്ക് പെട്ടെന്ന് കുഴിക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും. കാരണം നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നമ്മളിപ്പം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കാരണം ചാനൽ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ടൂൾ ഇവിടെ വെക്കാം. നിങ്ങൾ കമൻറ്റ്സും ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ വീഡിയോസ് നമ്മൾ പുതിയ ഗെയിംസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മളെന്തെങ്കിലും കളിക്കുന്നതിന് വല്ലതും തെറ്റുണ്ടാകും. അറിയാതെ നമ്മൾ കസാര വെക്കും. ആ കസാര വെച്ചേക്കുന്ന തെറ്റായ സ്ഥലത്താണ്. അത് കസാര അവിടെ ഒരിക്കലും ഇരിക്കാൻ പോലെ. കാരണം നമ്മൾ ഇനി ഓടിപ്പോകാനടുത്ത് കസാര പോയങ്ങ് തട്ടും. നമ്മുടെ എന്തെങ്കിലും സാധനമുണ്ടോ? ഇല്ല. നമ്മൾ ഗാർഡിനെ എന്താണെന്ന് ചോദിക്കാൻ കാരണം കുറേ സമയം എടുക്കും ഇല്ലെങ്കിൽ ഗാർഡ് വരാൻ. ഒന്നുമില്ല സൗണ്ടും ഇല്ല. എന്തുവാടാ നമ്മൾ റോൾ പേപ്പർ ഒന്നും ചോദിച്ചില്ലല്ലോ. സാധനം അതിന് സാധനങ്ങൾ എടുക്കാം. കാരണം ഞങ്ങൾക്ക് എങ്ങനെയും 10 മീറ്റർ കുഴിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഒരു ലൈറ്റ് ഉണ്ട്, ഫ്ലയർ ഗണ്ണുണ്ട്, എന്തോ ബ്രോൺസ് സ്റ്റാച്ചു ഉണ്ട്, ലൈറ്ററുണ്ട്, കയറിട്ട് മുകളിലോട്ട് കയറാം. നമ്മൾ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഫണ്ണി ആയിട്ടുള്ള കാര്യം. ഇതുണ്ടോ ബ്രോൺ സ്റ്റാച്ചു? ബാറ്റ്മാനോ? നമുക്കൊരു കോയിൻ കിട്ടിയില്ലായിരുന്നു. അതെന്തി കോയിനോ? നമുക്ക് ഗാർഡിനെ വിളിക്കാം. ഒരു നോയ്സും കേട്ടില്ല. നമുക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. 50 നമ്മൾ 54 വെക്കാം. അത്രേ ഉള്ളൂ. കളക്ട്. ഓക്കെ. ഇതിന് 300 വേണം. ചേച്ചി നമുക്കൊരു അമിട്ട് വേണമായിരുന്നു. ഒരെണ്ണം മതി. ഒരു ലൈറ്റ് മേടിച്ചാലോ? ഗാർഡ് വരാൻ പോകണം. പെട്ടെന്ന് വാ ഗാർഡ്. ഇനി 9 സെക്കൻഡ് ഉണ്ട്. അതിന് മുമ്പേ ഗാർഡിനെ അങ്ങ് വിളിച്ചേക്കാം. കാരണം കുറേ സമയം ഉണ്ട്. ഗാർഡ് വരത്തില്ല. എടുത്തിട്ട് പോ. ടൂൾ എടുക്കണ്ടോ? അമിട്ട് പൊട്ടിക്കാമല്ലോ. ടൂൾ എടുത്താലും അമിട്ട് പൊട്ടിക്കാം. തടറങ്ങാ. നമുക്ക് അമിട്ട് പൊട്ടിക്കാം. ദൂരെ വെക്കാം. ഇവിടെ പിടിച്ചത്. ഇവിടെ കുറേ മണ്ണുണ്ട്. ഇവിടെ നമുക്ക് അമിട്ട് പൊട്ടിക്കാം. ഇവിടെ
പൊട്ടിച്ചിട്ട് വലിയ കാര്യമില്ല. പൊട്ടിക്കുകയാണെങ്കിൽ ഒരു 7-8 എടുത്തുകൊണ്ട് പോയിരുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫുള്ള് ലെവൽ ചെയ്യാം. അതാണ് മതി, അവിടെ എത്ര ലെവലായി. ഗ്രൗണ്ടല്ല നമുക്ക് ഇതാകും. ഇങ്ങനെ സ്റ്റക്കാണ്. പെട്ടെന്ന് അടയ്ക്കാൻ സമയം പോവും. ഫ്രണ്ട്സ് നമ്മൾ പോയെന്ന് അറിയുന്നു, കാരണം സമയമില്ല. ഇവിടെ ചന്തോട് ഇത്ര പെട്ടെന്ന് ഒരു സ്വല്പം മണ്ണിടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആവത്തില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എടാ സ്റ്റക്കൊന്നും ആയിട്ടില്ലല്ലോ. എല്ലാം അടച്ച നമ്മളതിലൊന്നുമില്ല. ഗാർഡിനെ വിളിക്കാം, ഗാർഡ് തന്നെ. യു ആർ നോട്ട് ടു സംതിങ് ആർ യു ആസ്ക് ടോയ്ലറ്റ് പേപ്പർ. എടാ അല്ലെങ്കിൽ എന്തിനാ വരുന്നത് ഇവിടെ? അത് പറഞ്ഞു എന്തിനാ ഇനി ഇവിടെ വരുന്നത്? നമുക്ക് അന്നേരം 10 മീറ്റർ കഴിഞ്ഞിട്ട് നോക്കാം, കാണാം. ഒരു 10 മീറ്റർ അല്ലേ, 6 മീറ്റർ എങ്കിലും ആയിട്ട് കാണാം നമുക്ക്. നമുക്ക് നേരെ 6 മീറ്റർ കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ MB കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഇതെന്ന്. ഗോട്ട് ഇറ്റ്. വൺസ് യു റീച്ച് അബൌട്ട് 10 മീറ്റർ ഡീപ്പ്, സ്റ്റാർട്ട് ഡിഗിങ് ഹൊറിസോണ്ടലി ടു നോർത്ത്. ആഫ്റ്റർ അറൌണ്ട് 50 മീറ്റർ ഇൻ ദാറ്റ് ഡയറക്ഷൻ യു വിൽ റീച്ച് ആൻ അബൻഡന്റ് ടണൽ. അന്നേരം നമ്മുടെ MB കൂട്ടുകാരൻ പറയുന്നത് നമ്മൾ 15 മീറ്റർ അടിയിലോട്ട്, അല്ല 10 മീറ്റർ അടിയിലോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് റോക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് 15 മീറ്റർ നേരെ കുഴിക്കാൻ പറ്റും. അന്നേരം നമുക്ക് അനി വീണ്ടും കുഴിക്കാം.
ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ MBയുടെ എന്തോ ഒരു ലെറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കത് വായിക്കാം. I checked the old tunnel blueprint. One of the exits should be directly beneath the old auto repair shop on the Loop Island. There did be a good place to grab a car and escape if there's a chase. അന്നേരം നമ്മുടെ MB കൂട്ടുകാരും പറയുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവൻ ബ്ലൂ പ്രിൻ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അന്നേരം അവിടുന്ന് നമുക്ക് കറക്റ്റ് പ്ലേസ് ഉണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെടാൻ. അന്നേരം അതുകൊണ്ട് നമുക്ക് അതാണ് പ്ലാൻ. അതേയുള്ള വഴി, അല്ലാതെ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്ന യോജിച്ചല്ല. ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആയിരുന്നു, പക്ഷെ നമ്മൾ 5 മീറ്റർ കൂടുതൽ ഒഴിച്ചു. അന്നേരം നമുക്ക് നേരെ ഔട്ട്റോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് കുറേ കുഴിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ഇച്ചിരിയെ കാണുകയുള്ളായിരിക്കും. കാരണം നമ്മൾ കുറേ കുഴിച്ചുകൊണ്ട് ഇച്ചിരി വീഡിയോ ഇച്ചിരി സ്പീഡാക്കുന്നുണ്ടായിരിക്കും. അന്നേരം വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവരും പറയുക. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിക്കാം. അന്നേരം നമുക്ക് നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ.